കാലത്തിന്റെ അനന്തമായ ഒഴുക്കിൽ മനുഷ്യന് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ഓരോ പുതിയ പ്രഭാതവും. ഇരുൾ മാറി വെളിച്ചം ഭൂമിയിലേക്ക് പതിക്കുന്ന ആ നിമിഷം കേവലം ഒരു ദിവസത്തിന്റെ തുടക്കം മാത്രമല്ല, മറിച്ച് ഒരു മനുഷ്യന്റെ തലവര തന്നെ തിരുത്തിയെഴുതാൻ കഴിയുന്ന അമൂല്യമായ ഒരു സമയമാണ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യങ്ങളിലൊന്നായ മഗധയുടെ അധിപനായിരുന്ന ചന്ദ്രഗുപ്ത മൗര്യന് തന്റെ ഗുരുവായിരുന്ന ആചാര്യ ചാണക്യൻ നൽകിയ സുപ്രധാനമായ ഉപദേശങ്ങളിലൊന്ന് പ്രഭാതങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെക്കുറിച്ചായിരുന്നു. ഒരു സാമ്രാജ്യം കീഴടക്കുന്നതിനു മുൻപ് ഒരു മനുഷ്യൻ ആദ്യം കീഴടക്കേണ്ടത് സ്വന്തം മനസ്സിനെയും തന്റെ പ്രഭാതങ്ങളെയുമാണ് എന്ന് ആചാര്യൻ വിശ്വസിച്ചിരുന്നു. ഒരു ദിവസത്തിന്റെ തുടക്കം എങ്ങനെയാണോ സംഭവിക്കുന്നത്, അതുപോലെയായിരിക്കും ആ പകൽ മുഴുവൻ കടന്നുപോകുക. ഒരു മനുഷ്യന്റെ വിജയപരാജയങ്ങളെയും അവന്റെ മാനസിക സമാധാനത്തെയും, എന്തിന് അവന്റെ ആയുസ്സിനെപ്പോലും നിർണയിക്കാൻ രാവിലെയുള്ള ആദ്യത്തെ കുറച്ചു മണിക്കൂറുകൾക്ക് കഴിയും. ചാണക്യനീതിയുടെ ആഴങ്ങളിലേക്കിറങ്ങിച്ചെല്ലുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ നാം പ്രഭാതങ്ങളിൽ ചെയ്യുന്ന ചില തെറ്റുകൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ ഒരു പരാജയത്തിലേക്ക് നയിക്കുന്നത് എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഈ ശീലങ്ങളെ തിരിച്ചറിഞ്ഞ് തിരുത്തുന്നതിലൂടെ മാത്രമേ ഏതൊരു മനുഷ്യനും തന്റെ ജീവിതത്തിൽ സമ്പത്തും സമാധാനവും കണ്ടെത്താൻ കഴിയുകയുള്ളൂ. സൂര്യോദയത്തിന് മുൻപുള്ള സമയത്തെ നമ്മുടെ പൂർവികർ ബ്രാഹ്മമുഹൂർത്തം എന്നാണ് വിളിച്ചിരുന്നത്. പ്രപഞ്ചം മുഴുവൻ ഏറ്റവും ശാന്തമായിരിക്കുന്ന, പ്രകൃതിയുടെ ഊർജം ഏറ്റവും ശുദ്ധമായി ഭൂമിയിലേക്ക് ഒഴുകിയിറങ്ങുന്ന സമയമാണത്. ഈ സമയത്ത് ഉണർന്നെഴുന്നേൽക്കുന്ന ഒരാൾക്ക് പ്രകൃതിയുടെ ആ ഊർജം മുഴുവനായി ഉൾക്കൊള്ളാൻ സാധിക്കും. എന്നാൽ ഇന്നത്തെ കാലത്ത് പല മനുഷ്യരുടെയും ഏറ്റവും വലിയ ശത്രു അവരുടെ സ്വന്തം അലസതയാണ്. സൂര്യൻ ഉദിച്ച ശേഷവും കിടക്കയിൽ ചുരുണ്ടുകൂടി കിടന്നുറങ്ങുന്ന ഒരുവന്റെ വീട്ടിലേക്ക് ഐശ്വര്യത്തിന്റെ ദേവത ഒരിക്കലും കടന്നുവരില്ല എന്നാണ് ശാസ്ത്രം അസന്നിഗ്ധമായി പറയുന്നത്. ഇതിനു പിന്നിലെ യഥാർത്ഥ കാരണം വളരെ ലളിതമാണ്. സമയത്തിന് വില കൽപ്പിക്കാത്ത ഒരാൾക്ക് ഈ ഭൂമിയിൽ ഒരു കാലത്തും വലിയ നേട്ടങ്ങളുണ്ടാക്കാൻ കഴിയില്ല. അതിരാവിലെ ഉണരുന്ന ഒരാൾക്ക് തന്റെ ഒരു ദിവസത്തെ കൃത്യമായി ആസൂത്രണം ചെയ്യാൻ ആവശ്യമായ സമയം ലഭിക്കുന്നു. അവന്റെ മനസ്സ് ശാന്തമായിരിക്കും. വരാനിരിക്കുന്ന വെല്ലുവിളികളെ നേരിടാൻ അവൻ മാനസികമായി തയ്യാറെടുത്തിട്ടുണ്ടാകും. എന്നാൽ വളരെ വൈകി എഴുന്നേൽക്കുന്ന ഒരാളുടെ ദിവസം തുടങ്ങുന്നത് തന്നെ ഒരു പരിഭ്രാന്തിയിലാണ്. ഒന്നും കൃത്യസമയത്ത് ചെയ്തു തീർക്കാൻ അവന് കഴിയില്ല. ഓരോ നിമിഷവും അവൻ സമയത്തിന് പിന്നാലെ ഓടിക്കൊണ്ടിരിക്കും. ഈ നിരന്തരമായ പരക്കംപാച്ചിൽ അവനിൽ വല്ലാത്തൊരു മാനസിക സമ്മർദ്ദം സൃഷ്ടിക്കുകയും തീരുമാനങ്ങളെടുക്കാനുള്ള അവന്റെ കഴിവിനെ പൂർണ്ണമായും നശിപ്പിക്കുകയും ചെയ്യും. ഒരു യുദ്ധത്തിനു പോകുന്ന പടയാളി ആയുധങ്ങൾ രാഗിമിനുക്കാൻ സമയം കണ്ടെത്തുന്നതുപോലെയാണ് അതിരാവിലെ ഉണർന്ന് സ്വന്തം മനസ്സിനെ ശാന്തമാക്കാൻ ഒരാൾ സമയം കണ്ടെത്തുന്നത്. അലസത എന്നത് ഒരു മധുരമുള്ള വിഷമാണ്. തുടക്കത്തിൽ അത് വലിയൊരു സുഖം നൽകുമെങ്കിലും പതിയെ പതിയെ അത് മനുഷ്യന്റെ കാര്യശേഷിയും ബുദ്ധിയും നശിപ്പിക്കും. ജീവിതത്തിൽ വിജയം വരിച്ച മഹാന്മാരുടെ ചരിത്രം പരിശോധിച്ചാൽ അവർക്കൊക്കെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സാമ്യം അതിരാവിലെ എഴുന്നേൽക്കുന്ന ശീലമാണെന്ന് കാണാം. അതിനാൽ കിടക്കയിൽ കിടന്ന് സമയം കളയുന്നത് സ്വന്തം ജീവിതത്തിലെ തിരികെ കിട്ടാത്ത നിമിഷങ്ങളെ വലിച്ചെറിയുന്നതിന് തുല്യമാണ്. പ്രഭാതത്തിൽ മനുഷ്യൻ പൂർണ്ണമായും ഒഴിവാക്കേണ്ട മറ്റൊരു കാര്യം കോപമാണ്. മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു അവനിൽ തന്നെയുള്ള ദേഷ്യമാണെന്ന് ചാണക്യൻ എപ്പോഴും ഓർമ്മിപ്പിച്ചിരുന്നു. പ്രഭാതത്തിൽ തന്നെ ഒരുവന്റെ മനസ്സിലേക്ക് കോപം കടന്നുവന്നാൽ ആ ദിവസം അവൻ ചെയ്യുന്ന സകല കാര്യങ്ങളിലും ആ വിഷം പടരും. പലർക്കും രാവിലെ എഴുന്നേൽക്കുന്നത് തന്നെ വലിയൊരു അസ്വസ്ഥതയോടെയാണ്. ചുറ്റുമുള്ളവരോട് വെറുതെ കയർത്ത് സംസാരിക്കുക, ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ ബഹളമുണ്ടാക്കുക എന്നിവ പലരുടെയും ശീലമാണ്. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് വീട്ടിലുള്ളവരോട് വഴക്കിട്ട് ജോലിക്ക് പോകുന്ന ഒരാളാണെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കുക, നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിൽ പൂർണ്ണമായ ശ്രദ്ധ നൽകാൻ കഴിയാറുണ്ടോ എന്ന്. ഒരിക്കലുമില്ല. നിങ്ങളുടെ തലച്ചോറ് മുഴുവൻ ആ വഴക്കിന്റെ ഓർമ്മകളിലും അത് സൃഷ്ടിച്ച നെഗറ്റീവ് ഊർജത്തിലുമായിരിക്കും കുരുങ്ങിക്കിടക്കുന്നത്. കോപം നിങ്ങളുടെ ബുദ്ധിയെ മറയ്ക്കുന്നു. ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങളെ അനുവദിക്കില്ല. അതുകൊണ്ട് സ്വന്തം കുടുംബത്തിലായാലും ജോലിസ്ഥലത്തായാലും നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും. പ്രഭാതത്തിലെ നിശബ്ദതയിൽ നിങ്ങളുടെ മനസ്സൊരു തെളിഞ്ഞ തടാകം പോലെയിരിക്കണം. അതിലേക്ക് ദേഷ്യത്തിന്റെ കല്ലുകൾ വലിച്ചെറിഞ്ഞാൽ അത് ആ ദിവസം മുഴുവൻ കലങ്ങി മറിഞ്ഞുകൊണ്ടിരിക്കും. എന്തു വലിയ പ്രശ്നങ്ങൾ ജീവിതത്തിലുണ്ടെങ്കിലും ഇന്നലത്തെ രാവിലെയോ അല്ലെങ്കിൽ ഇന്നലത്തെ രാത്രിയോ എന്ത് സങ്കടങ്ങൾ സംഭവിച്ചിരുന്നാലും പുതിയൊരു പ്രഭാതത്തിൽ കണ്ണു തുറക്കുമ്പോൾ അതൊരു പുതിയ ജന്മമായി കണ്ട് പുഞ്ചിരിയോടെ മാത്രം എഴുന്നേൽക്കാൻ ശ്രമിക്കുക. ശാന്തമായ മനസ്സുള്ളവന് മാത്രമേ വലിയ കൊടുങ്കാറ്റുകളെ അതിജീവിക്കാൻ കഴിയുകയുള്ളൂ.
ഉറക്കമുണർന്ന ഉടനെ നാം കാണുന്ന കാഴ്ചകൾക്കും കേൾക്കുന്ന വാർത്തകൾക്കും നമ്മുടെ ഉപബോധ മനസ്സിനെ വലിയ രീതിയിൽ സ്വാധീനിക്കാൻ കഴിയും. പണ്ടുള്ളവർ രാവിലെ എഴുന്നേറ്റ ഉടനെ സ്വന്തം കൈകളിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നു. സ്വന്തം പ്രയത്നത്തിലുള്ള വിശ്വാസവും പുതിയൊരു ദിവസം നൽകിയ പ്രപഞ്ചത്തോടുള്ള നന്ദിയുമാണ് ആ പ്രവൃത്തിയിലൂടെ അവർ കാണിച്ചിരുന്നത്. എന്നാൽ ഇന്നത്തെ ലോകത്ത് ഭൂരിഭാഗം ആളുകളും രാവിലെ കണ്ണു തുറന്ന ഉടനെ അന്വേഷിക്കുന്നത് തങ്ങളുടെ കയ്യിലിരിക്കുന്ന ഉപകരണങ്ങളെയാണ്. ലോകത്തെവിടെയൊക്കെയോ നടക്കുന്ന കൊലപാതകങ്ങളും യുദ്ധങ്ങളും ദുരന്തങ്ങളും വാർത്തകളിലൂടെ അവർ രാവിലെ തന്നെ കാണുന്നു. അതല്ലെങ്കിൽ മറ്റുള്ളവർ കൃത്രിമമായി സൃഷ്ടിച്ചെടുക്കുന്ന സന്തോഷങ്ങളുടെ ചിത്രങ്ങൾ കണ്ട് സ്വന്തം ജീവിതം എത്രത്തോളം മോശമാണെന്നോർത്ത് അവർ നിരാശപ്പെടുന്നു. പ്രഭാതത്തിൽ തന്നെ ഇത്തരം കാര്യങ്ങൾ കാണുന്നത് മനുഷ്യന്റെ മനസ്സിലേക്ക് അനാവശ്യമായ ഭയവും അസ്വസ്ഥതയും കുത്തിനിറയ്ക്കും. ഒരു വെളുത്ത കടലാസിലേക്ക് ആദ്യം തന്നെ കറുത്ത മഷി ഒഴിക്കുന്നതിന് തുല്യമാണിത്. ഈ ശീലം പൂർണ്ണമായും മാറ്റിയെടുക്കേണ്ടതുണ്ട്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യം നിങ്ങളുടെ കണ്ണുകൾ പതിയേണ്ടത് പ്രകൃതിയുടെ മനോഹാരിതയിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മുഖത്തേക്കോ ആകണം. അത് നിങ്ങൾക്ക് വലിയൊരു മാനസിക ഉന്മേഷം നൽകും. ശുദ്ധമായ വായു ശ്വസിച്ച് ചുറ്റുമുള്ള പ്രകൃതിയുടെ ശബ്ദങ്ങൾ കേട്ട് നിങ്ങളുടെ ഉള്ളിലേക്ക് നല്ല കാര്യങ്ങൾ മാത്രം പ്രവേശിപ്പിക്കാൻ അനുവദിക്കുക. ഈയൊരു മാറ്റം നിങ്ങളുടെ ചിന്താഗതിയെ എത്രത്തോളം പോസിറ്റീവാക്കുന്നുവെന്ന് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഇന്നലെ കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകളുമായി പുതിയൊരു പ്രഭാതം ആരംഭിക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരങ്ങളിലൊന്നാണ്. ആചാര്യ ചാണക്യന്റെ അഭിപ്രായത്തിൽ കഴിഞ്ഞ കാലം എന്നത് മരിച്ചുപോയ ഒന്നാണ്. ഇന്നലെ നിങ്ങൾക്ക് വലിയൊരു പരാജയം സംഭവിച്ചിരിക്കാം. ഏറ്റവും വിശ്വസിച്ച സുഹൃത്തുക്കൾ നിങ്ങളെ ചതിച്ചിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച വലിയൊരു കാര്യം നടക്കാതെ പോയിരിക്കാം. എന്നാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ പഴയ സങ്കടങ്ങളെല്ലാം വീണ്ടും മനസ്സിലേക്ക് കൊണ്ടുവരുന്നത് ശവപ്പറമ്പിൽ നിന്ന് അഴുകിയ ഒരു ശവശരീരം കുഴിച്ചെടുത്ത് സ്വന്തം ചുമലിൽ വയ്ക്കുന്നതിന് തുല്യമാണ്. ആ ദുർഗന്ധം നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തെയും നശിപ്പിക്കും. ബുദ്ധിമാന്മാരായ ആളുകൾ കഴിഞ്ഞ കാലത്തെ പരാജയങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുക മാത്രമേ ചെയ്യുകയുള്ളൂ. അവരൊരിക്കലും ആ തെറ്റുകളെക്കുറിച്ച് ഓർത്ത് വിലപിച്ച് സ്വന്തം വർത്തമാനകാലം നശിപ്പിക്കില്ല. ഇന്നലെ സംഭവിച്ചതൊന്നും നിങ്ങൾക്ക് തിരുത്താൻ കഴിയില്ല. അത് നിങ്ങളുടെ നിയന്ത്രണത്തിലല്ല. എന്നാൽ ഇന്ന് നിങ്ങളുടെ മുന്നിലുള്ളത് പൂർണ്ണമായും നിങ്ങളുടെ നിയന്ത്രണത്തിലാണ്. പഴയ പരാജയങ്ങളെക്കുറിച്ചുള്ള ഭയം മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ എന്തു പുതിയ കാര്യം ചെയ്യാൻ ശ്രമിച്ചാലും അതിൽ നിങ്ങൾക്ക് 100% ആത്മാർത്ഥത കാണിക്കാൻ കഴിയില്ല. ആ ഭയം നിങ്ങളെ എപ്പോഴും പിന്നോട്ട് വലിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഓരോ പ്രഭാതത്തിലും എഴുന്നേൽക്കുമ്പോൾ കഴിഞ്ഞുപോയ ഇരുണ്ട അധ്യായങ്ങളെല്ലാം അവസാനിച്ചുവെന്നും ഇന്നെനിക്ക് പുതിയൊരു കഥ എഴുതാൻ സാധിക്കുമെന്നും ഉറച്ചു വിശ്വസിക്കുക. ആ ആത്മവിശ്വാസം നിങ്ങളുടെ ഓരോ ചുവടുവെപ്പിലും പ്രതിഫലിക്കണം. പരാജയങ്ങൾ സ്വാഭാവികമാണ്. എന്നാൽ അതിൽ വീണുകിടന്ന് കരയുന്നതിനു പകരം എഴുന്നേറ്റ് നിന്ന് വീണ്ടും പൊരുതാനുള്ള കരുത്താണ് ഓരോ മനുഷ്യനും പ്രഭാതങ്ങളിൽ നിന്ന് ആർജിച്ചെടുക്കേണ്ടത്. വാക്കുകൾക്ക് വല്ലാത്തൊരു ശക്തിയുണ്ട്. അത് പ്രഭാതങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ ആ ശക്തി ഇരട്ടിയാകും. അതുകൊണ്ട് തന്നെയാണ് അതിരാവിലെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയോ വിമർശിക്കുകയോ ചെയ്യുന്ന ശീലം ഒഴിവാക്കണമെന്ന് പൂർവീകർ പറഞ്ഞിട്ടുള്ളത്. ചില ആളുകൾ രാവിലെ ഉറക്കമെഴുന്നേൽക്കുന്നത് തന്നെ വീട്ടിലുള്ള ബാക്കി എല്ലാവരുടെയും കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കാനാണ്. ഭക്ഷണത്തിൽ ഉപ്പ് കുറഞ്ഞുപോയി, സാധനങ്ങൾ വെക്കേണ്ട സ്ഥലത്തു വെച്ചില്ല, വീട് വൃത്തിയാക്കിയില്ല തുടങ്ങി വളരെ നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് അവർ അതിരാവിലെ തന്നെ വീട് മുഴുവൻ വലിയ ബഹളമുണ്ടാക്കും. ഇത്തരം പെരുമാറ്റം ആ വ്യക്തിയുടെ മാത്രമല്ല, ആ വീട്ടിലുള്ള എല്ലാവരുടെയും ഒരു ദിവസത്തെയാണ് നശിപ്പിക്കുന്നത്. നിങ്ങൾ കാരണം ഒരു വീട്ടിലെ മറ്റൊരാളുടെ ദിവസം സങ്കടത്തോടെയാണ് തുടങ്ങുന്നതെങ്കിൽ ആ വീട്ടിലെ അന്തരീക്ഷം എപ്പോഴും കലുഷിതമായിരിക്കും. എവിടെ സമാധാനമില്ലയോ അവിടെ ഐശ്വര്യമുണ്ടാകില്ല. ഭാര്യയോടോ ഭർത്താവിനോടോ മക്കളോടോ ഉള്ള നിങ്ങളുടെ രാവിലത്തെ സംസാരം എപ്പോഴും സ്നേഹം നിറഞ്ഞതായിരിക്കണം. സ്വന്തം മക്കളാണെങ്കിൽ പോലും അതിരാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ അവരുടെ പഠിത്തത്തെക്കുറിച്ചോ അവർ ചെയ്ത പഴയ തെറ്റുകളെക്കുറിച്ചോ പറഞ്ഞ് ശകാരിക്കാൻ പാടില്ല. അത് കുട്ടികളുടെ മനസ്സിൽ വലിയ മുറിവുകൾ സൃഷ്ടിക്കും. സ്നേഹത്തോടെയും ശാന്തതയുമുള്ള സംസാരം ഒരു വീട്ടിലെ അന്തരീക്ഷം മുഴുവൻ പ്രസന്നമാക്കി മാറ്റും. നിങ്ങൾ പറയുന്ന ഓരോ നല്ല വാക്കും മറ്റൊരാൾക്ക് ആ ദിവസം നൽകുന്ന ഊർജം വളരെ വലുതായിരിക്കും. വാക്കുകൾ ആയുധങ്ങളാക്കാതെ അവയെ സാന്ത്വനമാക്കാൻ പഠിക്കുക. നമ്മുടെ ശരീരത്തെ ഒരു ക്ഷേത്രം പോലെ പരിപാലിക്കേണ്ടതുണ്ട്. അതിരാവിലെയുള്ള ആഹാരരീതികളും ശരീരത്തിന്റെ ദിനചര്യകളും വളരെ പ്രധാനമാണ്. ആയുർവേദവും പ്രാചീന നീതിശാസ്ത്രങ്ങളും ഒരുപോലെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ് പ്രഭാത ഭക്ഷണം ഒരിക്കലും ഒഴിവാക്കരുത് എന്നത്. ഒരു രാത്രി മുഴുവൻ പൂർണ്ണ വിശ്രമത്തിലായിരുന്ന ശരീരത്തിന് വീണ്ടും പ്രവർത്തിച്ചു തുടങ്ങാൻ വലിയ തോതിൽ ഊർജം ആവശ്യമാണ്. എന്നാൽ തിരക്കുകളുടെ പേര് പറഞ്ഞ് പലരും രാവിലത്തെ ഭക്ഷണം വളരെ എളുപ്പത്തിൽ ഒഴിവാക്കുന്നു. ഇത് കാലക്രമേണ ശരീരത്തിന്റെ മുഴുവൻ ആരോഗ്യത്തെയും നശിപ്പിക്കും.
വിശപ്പുള്ള വയറോടെ ഒരു കാര്യത്തിലും ഏകാഗ്രത പുലർത്താൻ കഴിയില്ല. ശരീരത്തിന് ക്ഷീണം സംഭവിക്കുമ്പോൾ അത് സ്വാഭാവികമായും മനസ്സിനെയും ബാധിക്കും. ചെറിയ കാര്യങ്ങൾക്ക് ദേഷ്യം വരിക, ഒന്നിനോടും താൽപ്പര്യമില്ലാതെ ഇരിക്കുക എന്നിവയെല്ലാം ഇതിൻ്റെ അനന്തരഫലങ്ങളാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് അതിരാവിലെ തന്നെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ശീലം മാറ്റുക എന്നത്. സ്വന്തം ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ കാർന്നു തിന്നുന്ന ഇത്തരം ശീലങ്ങൾ ഒരു മനുഷ്യനെ സമ്പൂർണ്ണ നാശത്തിലേക്കാണ് നയിക്കുന്നത്. പ്രഭാതത്തിൽ നല്ല ഭക്ഷണം കഴിക്കുന്നതും ശരീരത്തിന് വ്യായാമം നൽകുന്നതും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. നിങ്ങളുടെ ശരീരം ആരോഗ്യത്തോടെ ഇരുന്നാൽ മാത്രമേ നിങ്ങളുടെ മനസ്സിനും വലിയ കാര്യങ്ങൾ ചിന്തിക്കാൻ കഴിയുകയുള്ളൂ. ശാരീരികമായ ബുദ്ധിമുട്ടുള്ള ഒരാൾക്ക് ലോകം മുഴുവൻ കീഴടക്കാൻ കഴിഞ്ഞാലും അതുകൊണ്ടൊരു പ്രയോജനവുമുണ്ടാകില്ല. അതുകൊണ്ട് പ്രഭാതങ്ങളെ നിങ്ങളുടെ ശരീരത്തെ പരിപോഷിപ്പിക്കാനുള്ള ഒരു സമയമായി കൂടി മാറ്റാൻ ശ്രമിക്കുക. എല്ലാം സ്വന്തം നിയന്ത്രണത്തിലാണെന്ന് തോന്നുക എന്നതാണ് വിജയത്തിന്റെ അടിസ്ഥാനം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ പല കാര്യങ്ങളെക്കുറിച്ചുമുള്ള അനാവശ്യ ചിന്തകൾ നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്നുണ്ടാകാം. ചെയ്യാനുള്ള ജോലികൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, കുടുംബത്തിലെ ബുദ്ധിമുട്ടുകൾ എന്നിങ്ങനെ പലതും. ഇത്തരം സമയങ്ങളിൽ കുറച്ചുനേരം ഏകാഗ്രമായിരിക്കുന്നത് വളരെ നല്ലൊരു ശീലമാണ്. വലിയ മാറ്റങ്ങൾ മനുഷ്യന്റെ ഉള്ളിൽ നിന്നാണ് തുടങ്ങേണ്ടത്. നിങ്ങൾ ഏതു മതത്തിൽ വിശ്വസിക്കുന്ന ആളാണെങ്കിലും അല്ലെങ്കിൽ ഒരു വിശ്വാസവും ഇല്ലാത്ത ആളാണെങ്കിലും നിങ്ങളുടെ മനസ്സിനെ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കാൻ ഈ സമയം ഉപയോഗിക്കാം. സ്വന്തം ശ്വാസഗതിയെ ശ്രദ്ധിച്ച് പുറത്തുനിന്നുള്ള എല്ലാ ബഹളങ്ങളെയും ഒഴിവാക്കി കുറച്ചുനേരം നിശബ്ദനായിരിക്കുക. ഈ നിശബ്ദത നിങ്ങൾക്ക് വലിയൊരു കരുത്ത് നൽകും. ജീവിതത്തിലെ ഏതു പ്രതിസന്ധിയെയും നേരിടാൻ നിങ്ങൾ പ്രാപ്തനാണെന്നുള്ള ഉറപ്പ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കും. ഈ ഒരു പരിശീലനം എന്നും രാവിലെ ചെയ്യുന്ന ഒരാൾക്ക് ഏതു വലിയ പ്രയാസങ്ങൾക്കിടയിലും വളരെ ശാന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും. ചാണക്യന്റെ കാഴ്ചപ്പാടിൽ വൈകാരികമായി തളരാത്ത ഒരു മനസ്സിനെ സൃഷ്ടിച്ചെടുക്കുക എന്നതാണ് ഏറ്റവും വലിയ യുദ്ധതന്ത്രം. നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളുടെ ദൗർബല്യങ്ങൾക്കായി കാത്തിരിക്കുമ്പോൾ പ്രഭാതങ്ങളിൽ നേടിയെടുക്കുന്ന ഈ മാനസിക ദൃഢത നിങ്ങൾക്ക് ചുറ്റും വലിയൊരു കവചം തീർക്കും. ഒരു ദിവസം തുടങ്ങുന്നതിനു മുൻപ് 3 ചോദ്യങ്ങൾ സ്വയം ചോദിക്കണമെന്നാണ് ചാണക്യൻ എപ്പോഴും പറയുക. ഞാൻ എന്തിനാണ് ഈ കാര്യം ചെയ്യാൻ പോകുന്നത്? ഇതിന്റെ ഫലം എന്തായിരിക്കും? ഇതിലെനിക്ക് വിജയിക്കാൻ കഴിയുമോ? എന്നീ ചോദ്യങ്ങൾ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ സ്വന്തം ലക്ഷ്യത്തെക്കുറിച്ച് ഇങ്ങനെ ആഴത്തിൽ ചിന്തിക്കുന്നത് ഒരു മനുഷ്യന്റെ ചിന്താഗതിയെ പൂർണ്ണമായും മാറ്റും. ലക്ഷ്യമില്ലാതെ യാത്ര ചെയ്യുന്ന ഒരു കപ്പൽ എങ്ങുമെത്താതെ കടലിൽ അലയുന്നതുപോലെയാണ് ലക്ഷ്യബോധമില്ലാത്ത മനുഷ്യന്റെ ഒരു ദിവസവും കടന്നുപോകുന്നത്. ഈ ചോദ്യങ്ങൾ നിങ്ങളെ നിങ്ങളുടെ കർത്തവ്യങ്ങളെക്കുറിച്ച് നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. വെറുതെ സമയം കളയുന്നതിൽ നിന്ന് നിങ്ങളെ തടയും. ഓരോ പ്രവൃത്തിയും കൃത്യമായ ഉദ്ദേശത്തോടെ ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കും. ഒരു മനുഷ്യന്റെ തലവര മാറുന്നത് പുറത്തുനിന്നുള്ള എന്തെങ്കിലും അത്ഭുതങ്ങൾ കൊണ്ടല്ല, മറിച്ച് അവന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാകുന്ന ഇത്തരം ചെറിയ മാറ്റങ്ങൾ കൊണ്ടാണ്. നിങ്ങളുടെ ജീവിതം വലിയൊരു പരാജയമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആഗ്രഹിച്ചതൊന്നും നിങ്ങൾക്ക് ഇതുവരെ നേടാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, ആദ്യം പരിശോധിക്കേണ്ടതും തിരുത്തേണ്ടതും നിങ്ങളുടെ രാവിലെയുള്ള ശീലങ്ങളാണ്. ഈ തെറ്റായ ശീലങ്ങളുടെ ചങ്ങല പൊട്ടിച്ചെറിയാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ മാറ്റം അവിടെ നിന്ന് തന്നെ തുടങ്ങുകയായി. നാളത്തെ പ്രഭാതത്തിൽ നിങ്ങൾ കണ്ണു തുറക്കുമ്പോൾ ഇതൊരു പുതിയ അവസരമാണെന്ന് വിശ്വസിക്കുക. കഴിഞ്ഞുപോയ രാത്രിയുടെ ഇരുട്ടിനൊപ്പം നിങ്ങളുടെ പഴയ സങ്കടങ്ങളെയും ഭയങ്ങളെയും ഉപേക്ഷിക്കുക. സൂര്യന്റെ ആദ്യ കിരണങ്ങൾ ഭൂമിയെ സ്പർശിക്കുന്നതുപോലെ നിങ്ങളുടെ ഉള്ളിൽ പുതിയൊരു ഊർജം നിറയണം. എഴുന്നേൽക്കുമ്പോൾ തന്നെ അലസതയെ വലിച്ചെറിയുക. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വളരെ വലുതാണ്. അതിനുവേണ്ടി അധ്വാനിക്കാൻ ഓരോ നിമിഷവും പ്രധാനപ്പെട്ടതാണ്. ദേഷ്യത്തെയും വെറുപ്പിനെയും മനസ്സിൽ നിന്ന് പടിയിറക്കി വിടുക. പകരം സ്നേഹവും സമാധാനവും അവിടെ നിറയ്ക്കുക. നിങ്ങൾക്ക് ചുറ്റുമുള്ളവരോട് കരുണയോടെ സംസാരിക്കുക. ആരെയും കുറ്റപ്പെടുത്താതിരിക്കുക. പ്രകൃതിയുടെ ശബ്ദങ്ങൾ കേൾക്കുക. നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ ആരോഗ്യത്തോടെ നിലനിർത്താൻ ശ്രമിക്കുക. അനാവശ്യമായ വാർത്തകളിൽ നിന്നും ചിന്തകളിൽ നിന്നും അകന്നു നിൽക്കുക. ഇന്നെന്ത് സംഭവിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ കഴിഞ്ഞ കാലത്തെ പരാജയങ്ങളല്ല, മറിച്ച് ഇന്നത്തെ നിങ്ങളുടെ പ്രവൃത്തികളാണ്. ഈ ഒരു ആത്മവിശ്വാസം നിങ്ങളുടെ നടത്തിലും സംസാരത്തിലും ജോലിയിലുമെല്ലാം പ്രതിഫലിക്കണം. സമയത്തിന്റെ വില തിരിച്ചറിഞ്ഞ് കിട്ടുന്ന ഓരോ നിമിഷവും വിലപ്പെട്ടതായി കണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുക. രാവിലെയുള്ള ശീലങ്ങൾ നന്നാക്കിയാൽ ജീവിതം താനേ നന്നാകും എന്ന ചാണക്യന്റെ ഈ തത്വം നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. അത്ഭുതകരമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും. പുതിയൊരു മനുഷ്യനായി പുതിയൊരു ലക്ഷ്യബോധത്തോടെ ഈ ലോകത്തെ നേരിടാൻ നാളത്തെ പ്രഭാതം നിങ്ങൾക്ക് കരുത്തു നൽകട്ടെ.